നിങ്ങൾ എന്താ, നിങ്ങൾക്ക് ലോജിക് എന്ന് പറയുന്ന ഒരു സാധനം വേണ്ടേ സാറേ? ഞാനൊരു നിഘണ്ടുമില്ലാത്തവനാണെന്ന് പുറത്ത് ആരോട് പറയരുത്. എന്താ പേരെന്താ വേണു? ഈയുടെ പേരെന്താ? താൻ ആരടോ? തനിക്ക് എന്താ വേണ്ടത്? താൻ എന്തിനാ എന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കണത്? നമ്മൾ എത്രയോ ഒരുമിച്ചിരുന്നതാണ്. മേലിൽ ഈ മണി പവറിന്റെ ജാട എന്നോട് വേണ്ട, മനസ്സിലായോ? താങ്കൾ വേണുവിനോട് ഉപയോഗിച്ച ഭാഷയോട് താങ്കൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് പഞ്ചമുച്ചോടക്കിയിരിക്കണം. ഞാൻ എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. എന്റെ അവസരമാണ്. താങ്കൾ വേണു പറയടാ, പോത്തിന്റെ ചെവിയിൽ വേദമോതരുത്, അതല്ലേടാ നീ ഉദ്ദേശിച്ചത്? ഞാൻ എന്ത് പറയണോ നീ അല്ല തീരുമാനിക്കുന്നേ. ഒരു വരി വൃത്തിയേട് കാണിക്കരുത്. ഇതെന്താ പ്രാന്തന്മാരുടെ വീടാ? ഓരോരുത്തർക്കും ഓരോ വേഷം. സഹോദര കേറി നീ എന്നൊന്നും വിളിക്കരുതേ. താങ്കളോട് ആ തരത്തിലുള്ള അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട ഇയാൾക്ക്. അല്ലല്ല യുവരാജ്, ഈ മര്യാദ എന്ന് പറയുന്ന ഒരാളോട് കാണിക്കുക, ഒരാളോട് കാണിക്കാതിരിക്കുക അങ്ങനെയല്ല. കുന്തുണ്ട്. എന്ത് പറഞ്ഞാലും ദോഷം മാത്രം കാണുന്ന ഒരാളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്ത് പറയണമെന്ന് യുവരാജെ ഞാനാ തീരുമാനിക്കുന്നതല്ല, നീയല്ല. കഴിഞ്ഞ കൊല്ലം എന്റെ വകയായിരുന്നെങ്കിൽ ഇക്കൊല്ലം മാളുവിന്റെ വകയാ തല്ല് തന്നെ പറയേണ്ടി വരും. തുടങ്ങി നേരമായാലും തുടങ്ങിയിട്ട്. എടാ, നീ ആരോടാ കളിക്കുന്നത് നിനക്കറിയോ? ഒരു രാജവെമ്പാലയാ നീ നോച്ചു വിട്ടിരിക്കുന്നത്. ഓത്തോ ഒന്ന് ഒതുങ്ങ്. ഓണമല്ലേ? നീ പറഞ്ഞോടാ. ആദ്യ രംഗത്ത് തന്നെ ആന്റി ക്ലൈമാക്സ് വേണോ എന്റെ ഭഗവാനെ? യുവരാജ് ഇപ്പൊ അല്ലല്ല യുവരാജ് ഇപ്പൊ ആങ്കറുമാണ്, ഗസ്റ്റുമാണ്, എല്ലാമാണ്. ഓ, അടി കൊണ്ടത് വക്കച്ചൻ ചേട്ടനാണെങ്കിലും വേദനിച്ച് അമ്മണി ചേച്ചിക്കാണല്ലോ. നിങ്ങൾ ചില സമയത്ത് ആങ്കറാണ്, ചില സമയത്ത് എന്നെ ഇനിയിപ്പോ അതും നീ തന്നെ ഇരുന്ന് തിന്നട പട്ടി. യുവരാജിനെ നിർത്ത. ജ്യോതി പറയട്ടെ, യുവരാജ് നിർത്ത. വക്കച്ചൻ ചേട്ടൻ ഇങ്ങനെ ചൂടാകേണ്ട യാതൊരു ആവശ്യമില്ല. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ? കണ്ണില് വെള്ളമുണ്ടല്ലോ.